ഇപ്പോൾ മലയാള സിനിമയിൽ ഈ റിലീസുകളുടെ ഒരു കാലമാണ്. കാണ്ടില്ലേ, മോഹൻലാലിൻ്റെ ഒരു സിനിമ റിലീസായി, ദേവദൂത് എന്ന് പറയുന്ന സിനിമ, മറ്റൊരു സിനിമ റിലീസായി, അതും കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയി. പക്ഷെ മമ്മൂട്ടിയുടെ ഒരു സിനിമ ഇപ്പോൾ റിലീസായിട്ടുണ്ട്, പാലേരി മാണിക്യം. പാലേരി മാണിക്യം എന്ന സിനിമ റിലീസായെങ്കിലും ഒരു മീൻ കുഞ്ഞും തിയേറ്ററിലോട്ട് പോകുന്നില്ല എന്നാണ്. മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ ഉണ്ട്, അതിനേക്കാളും മഹാകലാകാരൻ ആര്, ഞാനല്ല പറഞ്ഞത്, നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞതാണ്, കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞതാണ്. മഹാകലാകാരനായ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പടം, എഴുതി സംവിധാനം ചെയ്ത പടം, മമ്മൂട്ടി എന്ന് പറഞ്ഞ പ്രമുഖനായ നടൻ അഭിനയിച്ച പടം ഇതാ റിലീസ് ചെയ്തു. തിയേറ്ററിൽ തിരിഞ്ഞു നോക്കാൻ ആളില്ല. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട തിയേറ്ററുകളെല്ലാം ആൾക്കാർ കയറാത്തതുകൊണ്ട് ചിത്രത്തിന്റെ പ്രദർശനം നിർത്തിവെച്ചു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഞാനൊരു സിനിമ ഇങ്ങനെ ഇടിച്ച് ആക്ഷേപിക്കാറില്ല. ഞാനും സിനിമ സ്നേഹിയാണ്, സിനിമാ പ്രവർത്തനം കൂടിയാണ്, മാധ്യമ പ്രവർത്തനോടൊപ്പം തന്നെ സിനിമാ പ്രവർത്തനം കൂടിയാണ്, സിനിമ സ്വപ്നം കാണുന്ന ആളാണ്, സ്വന്തമായി സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ ഞാനതുകൊണ്ട് സിനിമാ മേഖലയെ അടിച്ചാക്ഷേപിക്കാൻ ഒരിക്കലും തയ്യാറുമില്ല. പക്ഷേ ഇപ്പോൾ രഞ്ജിത്തിന്റെ ചിത്രം, ഈ ഞാൻ നേരത്തെ പറഞ്ഞ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മഹാന്റെ ചിത്രം ഇതാ തല കുത്തെ വീണിരിക്കുന്നു. ഒരൊറ്റ തിയേറ്റർ പോലും, ചിത്രത്തിന്റെ ടിക്കറ്റ് പോലും വിറ്റുപോകാതായതോടെ പലയിടത്തും ഷോ മുടങ്ങി എന്നാണ് വിവരം. തിരുവനന്തപുരത്ത് ഏരീസ് പ്ലസ് അടക്കമുള്ള തിയേറ്ററുകൾ ഷോ ഒഴിവാക്കി. തിരുവനന്തപുരം ജില്ലയിലെ ശനിയാഴ്ച ന്യൂ എന്നുള്ള തിയേറ്റർ, ആർടെക് എന്നുള്ള തിയേറ്റർ, സൂര്യ മൾട്ടിപ്ലക്സില്, ശ്രീ കലാശ്ശേരി എന്നിവിടങ്ങളിൽ ഓരോ ഷോയാണ് ഉള്ളത്. 4 തിയേറ്ററിലും കൂടി ആകെ 2 ടിക്കറ്റാണ് മുൻകൂട്ടി ബുക്ക് ചെയ്തത്, റിസർവ് ചെയ്ത്. പക്ഷേ വെള്ളിയാഴ്ച സിനിമ റിലീസ് ചെയ്ത് കാര്യമായ റിലീസ് ഇല്ലാത്ത ദിവസമായിട്ട് കൂടിയും മമ്മൂട്ടി രഞ്ജിത്ത് പടം കാണാൻ ആളുണ്ടായില്ല. ആദ്യമായാണ് ഒരു മമ്മൂട്ടി ചിത്രം റിലീസ് ചെയ്യുന്നത്. ഒരു മമ്മൂട്ടി ചിത്രം ആദ്യമായിട്ടാണ് റിലീസ് ചെയ്യുന്നത്. ആ ചിത്രത്തിന്റെ റിലീസ് എന്ന പേരിൽ വലിയ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് വലിയ പ്രചരണവും കഴിഞ്ഞ മാസം 2 ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സംഭവിച്ചത് എന്താണ്? അതായത് ഈ പാലേരി മാണിക്യം ഒരു പാതിരാകാല കൊലപാതകത്തിന്റെ കഥ എന്ന ഈ റിലീസ് ചെയ്യാനായി വന്നത് ഈ രഞ്ജിത്തിന്റെ ഇടയ്ക്ക് വന്ന ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട, രഞ്ജിത്തിന്റെ വിഷയം നമുക്കറിയാമല്ലോ, ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ജനങ്ങൾ ഈ ഇതിൽ നിന്നും പിന്നോക്കം പോയതെന്നാണ് തോന്നുന്നത്. എന്നാൽ അടുത്തിടെ മോഹൻലാൽ നായകനായ മണിച്ചിത്രത്താഴും ദേവദൂതും റിലീസ് ചെയ്തിരുന്നു. 2 ചിത്രങ്ങൾക്കും മികച്ച പ്രേക്ഷക പിന്തുണയാണ് ലഭിച്ചത്. സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗിക ആരോപണം സിനിമയ്ക്ക് തിരിച്ചടിയായോ എന്ന് സംശയവുമുണ്ട്. സംശയമല്ല, അത് തന്നെയാണ് ശരി. പാലേരി വെക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യങ്ങൾ കുറേയൊക്കെ പ്രബുദ്ധ പൊട്ടന്മാരാണ് ചിലപ്പോഴൊക്കെ കേരളത്തിലെ ജനങ്ങളെങ്കിൽ പോലും അവർക്ക് ചില കാര്യങ്ങൾക്ക് ചില നിലപാടുകളുണ്ട്. പാലേരി മാണിക്യത്തിൽ ഓഡിഷനിടെ രഞ്ജിത്ത് അപമര്യാദ പെരുമാറിയെന്നാണ് ബംഗാളി നടി ആരോപിച്ചത്. അറിയാലോ, ബംഗാളി നടി എന്ന് പറയുന്നത് ശ്രീരേഖ മിശ്ര, എൻ്റെ ഓർമ്മയെന്നാണ്. ശ്രീരേഖ മിശ്രയാണ് അങ്ങനെ ഒരു ആരോപണം വെച്ചാൽ അവര് ഇവിടെ വന്നിട്ട് താമസിക്കുന്നിടത്ത് വെച്ച് രഞ്ജിത്ത് വളരെ മോശമായി പെരുമാറി, ലൈംഗിക ചേഷ്ടകളോടുകൂടി അടുത്തു വന്നു. അതിന് സമ്മതിക്കാത്തത് കൊണ്ട് പിന്നീട് മലയാള സിനിമയിൽ അടുപ്പിച്ചില്ല. അങ്ങനെ മലയാള സിനിമയിൽ ഒന്ന് അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം അതോടെ തീർന്നു. തിരിച്ച് കേരളത്തിലേക്ക് വരാൻ പോലും മടിയായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞു. അവർ പോലീസിൽ പരാതി കൊടുത്തു. ശ്രീരേഖ മിശ്ര അയച്ച ഇമെയിൽ പരാതിയിൽ 2009-10 കാലഘട്ടത്തിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ സംവിധായകൻ മോശമായി മാറിയെന്നാണ് ശ്രീരേഖയുടെ ആരോപണം. അത് കൃത്യമായിട്ടും കേസെടുക്കുകയും കേസ് എന്തായാലും രഞ്ജിത്തിന്റെ പേരിൽ ഇപ്പോൾ കേസ് നിലവിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ പാലേരി മാണിക്യം എന്ന സിനിമ ഓടാതെ ആൾക്കാർ ബഹിഷ്കരിച്ചതെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ കൊച്ചിയിലെ കടവന്തറിലെ ഫ്ലാറ്റിൽ വെച്ച് ഒരു ചെറുപ്പക്കാരനെ ഈ രഞ്ജിത്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നും അയാളെ നഗ്നനാകാൻ ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പരാതിയുണ്ട്. അതിൻ്റെ പേരിലും ഒരു കേസുണ്ട്. എന്നാൽ ഈ കേസെല്ലാം വെച്ചിട്ടായിരിക്കാം രഞ്ജിത്തിന്റെ പടം ജനങ്ങൾ ബഹിഷ്കരിച്ചത്.